അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഷോർട്ട് എസ്സേസ് പരിചയപ്പെടാം. അതായത് 5-6 മാർക്കിന് ചോദിക്കുന്ന എസ്സേയും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ 8 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മളുടെ സമയം കളയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് വരുന്ന 5-6. ഇനിയിപ്പോൾ 4 മാർക്കിനൊക്കെ ഈ രീതിയിൽ ചോദ്യങ്ങൾ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദ്യം വരാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് BD ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട്, ഹോം ബേസ്ഡ് വർക്കുമായി ബന്ധപ്പെട്ട് BD ഇൻഡസ്ട്രി, BD വ്യവസായത്തെ പരിഗണിച്ച് ഗാർഹിക അടിസ്ഥാനത്തിലുള്ള തൊഴിൽ എന്താണെന്ന് വിശദീകരിക്കാനുള്ള ചോദ്യം. ഇത് നമ്മൾ 4, 5, 6 മാർക്കിനൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നമുക്ക് എന്താണ് ഹോം ബേസ്ഡ് വർക്ക് എന്നുള്ള സമയത്ത് എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. അതായത് സാരി, ലേസ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് വരാം അല്ലെ. BD, ചന്ദ്രത്തിരി, ചിത്രപട്ടാപുരം, കസവ് സാരി, ബ്രൊക്കേഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ അതിനുള്ളിൽ ഉൾപ്പെടുന്നു. ഇത്തരം ജോലികൾ സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്. ആരാണ്? മെയിൻലി ഡൺ ബൈ വിമൻ ആൻഡ് ചിൽഡ്രൻ. സ്ത്രീകളും കുട്ടികളുമാണ് ഇത്തരം തൊഴിലുകളിൽ ഏർപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് വീടുകളിൽ വെച്ച് തന്നെ ചെയ്യുന്നു. ഇവർക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് ആര് എത്തിച്ചു കൊടുക്കുന്നു? റോ മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കുന്നത് ഏജന്റുമാരാണ്. അതിനുശേഷം ഇവർ തയ്യാറാക്കിയിട്ടുള്ള മെറ്റീരിയൽസും ആര് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു? ഇത് ഏജന്റുമാർ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. ഓരോ പീസിന് ഇത്ര റേറ്റ് എന്നുള്ള രീതിയിൽ പീസ് റേറ്റ് ആണ് ഇവർക്ക് കിട്ടുന്നത്. അല്ലാതെ ഇതിന്റെ പ്രോഫിറ്റും ലാഭവും മറ്റു കാര്യങ്ങളൊക്കെ ആരാണ് കൊണ്ടുപോകുന്നത്? അത് ഏജന്റും മറ്റാളുകളുമാണ്. ഇവർക്ക് എന്തില്ല, കൃത്യമായിട്ട് ഇവർ നിർമ്മിക്കുന്ന എണ്ണം വസ്തുക്കളുടെ തുക മാത്രം, അതായത് കുറഞ്ഞ വേതനമാണ് ഇവർക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതിന്റെ കൂടെ എഴുതാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുപോകരുത്, പ്രാദേശികവാദവും വർഗീയതയും സാംസ്കാരിക വൈവിധ്യത്തിന്റെ വെല്ലുവിളികൾ എന്ന നിലയിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. പ്രിപ്പയർ എ നോട്ട് ഓൺ റീജിയണലിസം ആൻഡ് കമ്മ്യൂണലിസം ആസ് എ ചാലഞ്ച് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. എന്താണ് റീജിയണലിസം, അതുപോലെ തന്നെ എന്താണ് കമ്മ്യൂണലിസം? ഇത് മക്കളെ അഡീഷണൽ ടോപ്പിക്കിനകത്തും വരുന്ന പ്രധാനപ്പെട്ട ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചു പോകണം. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഉഴപ്പാൻ പാടില്ലാത്ത ഒരു ഏരിയ ആണെന്ന് ഓർമ്മിപ്പിക്കും. പ്രാദേശികവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീജിയണലിസം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളുടെ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ റൂട്ടഡ് ആയി കിടക്കുന്ന ഒരു കാര്യമാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിപ്പോൾ കാസ്റ്റ് ആയിക്കോട്ടെ, അതുപോലെ ലാംഗ്വേജ് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും നമുക്ക് ഒരുപാട് ഡൈവേഴ്സിറ്റി കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഈ ഒരു ഡൈവേഴ്സിറ്റി നിൽക്കുന്ന സമയത്ത് തന്നെ ഭാഷകൾ, ഗോത്രങ്ങൾ, സംസ്കാരം എന്നിവയിൽ പ്രാദേശികവാദം ആരംഭിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഡൈവേഴ്സിറ്റിക്ക് അകത്ത് നിന്നാണ് ഈ പറയുന്ന റീജിയണലിസം ആരംഭിക്കുന്നത്. അതായത് ഈ ഡൈവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു പാർട്ട് ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് കിടക്കുന്ന സമയത്ത്, അതായത് ഇവയെല്ലാം ഒരു പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് എന്ത് വരുന്നത്? പ്രാദേശികവാദം വരുന്നത്. ചില പ്രദേശങ്ങളിൽ ഇത് ശക്തമാവുകയും ആ സമയത്ത് എന്ത് ചെയ്യും? ആ സമയത്ത് നമ്മൾ അവർക്ക് സ്വന്തമായിട്ട് അധികാരം വേണം എന്നുള്ള തരത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ഓക്കെ, ഇന്ത്യൻ ഫെഡറലിസം ഹാസ് ബീൻ മീൻസ് ഓഫ് അക്കോമഡേറ്റിംഗ് ദീസ് റീജിയണൽ സെന്റിമെന്റ്സ്. ഇന്ത്യ ഹാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ടു ഡീൽ റീജിയണൽ സെന്റിമെന്റ്സ്. അപ്പോൾ റീജിയണൽ സെന്റിമെന്റ്സിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ എവിടെയുണ്ട്? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി കമ്മ്യൂണലിസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ്. ഇറ്റ് റെഫേഴ്സ് ടു അഗ്രസീവ് നാരോനെസ് ബേസ്ഡ് ഓൺ റിലീജിയസ് ഐഡന്റിറ്റി. റിലീജിയസ് ഐഡന്റിറ്റി അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു വാക്കാണ് മതവിഭാഗത്തെ അടിസ്ഥാനമാക്കി, സ്വന്തം മതവിഭാഗത്തെ ശ്രേഷ്ഠമായും മറ്റുള്ളവരുടെയൊക്കെ വളരെ അധമമായിട്ടും കണ്ടുകൊണ്ട് ആ മതപരമായിട്ടുള്ള ഐഡന്റിറ്റി, മതപരമായിട്ടുള്ള സ്വത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യാണ്? ആക്രമണോത്സുകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെയാണ് നമ്മൾ വർഗീയത എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മളുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിക്ക് ചാലഞ്ച് ആവുന്നത് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഈ ഒരു 2 കൺസെപ്റ്റിനെയും നിങ്ങൾ കൃത്യമായിട്ട് സമർത്ഥിച്ചെടുക്കേണ്ടത്. അതായത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ആശയങ്ങൾ അതിനെന്താണ്? ആ യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ഈ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. എന്താണ് ഓർഗനൈസ്ഡ് സെക്ടർ അഥവാ സംഘടിത മേഖലകൾ, അതുപോലെ തന്നെ അസംഘടിത മേഖലകൾ, ഇവയെ തമ്മിൽ തരംതിരിക്കാനാണ് നമ്മൾ പൊതുവെ പറയാറുള്ള ക്വസ്റ്റ്യൻ ആണ്. 10ഓ അതിലധികമോ ആളുകൾ വർഷം മുഴുവൻ പണിയെടുക്കുന്നത്, ഓൾ യൂണിറ്റ്സ് ഓഫ് employing 10 or more people throughout the year. അതായത് വർഷം മുഴുവൻ 10ഓ അതിലധികം ആളുകളോ ജോലി ചെയ്യുന്നതിനെയാണ് നമ്മൾ സംഘടിത മേഖല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സംഘടിത ഓർഗനൈസ്ഡ് സെക്ടർ, ഓർഗനൈസ്ഡ് ആണ്, ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. അൺഓർഗനൈസ്ഡ് എന്ന് പറയുന്നത് 10ൽ താഴെ അല്ലെ. ഓക്കെ,
10ൽ താഴെ ആളുകൾ ജോലി ചെയ്യുന്നതിനാണ് അൺഓർഗനൈസ്ഡ് എന്ന് പറയുന്നത്. ഇനി ഓർഗനൈസ്ഡ് ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കും, അൺഓർഗനൈസ്ഡ് ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യാത്തതാണ്. ഇതിൽ ശമ്പളവും ഓർഗനൈസിനകത്ത് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കും. മറ്റെന്തല്ല, അൺഓർഗനൈസ്ഡിനകത്ത് ശമ്പളങ്ങളും മറ്റ് ആനുകൂല്യങ്ങളൊന്നും കൃത്യമായി ലഭിച്ചോളണമെന്നില്ല. പിന്നെ മറ്റൊരു പോയിന്റ് ആണ് ജോബ് സെക്യൂരിറ്റി. ഓർഗനൈസ്ഡ് സെക്ടറിനകത്ത് ജോബ് സെക്യൂരിറ്റി കൂടുതലായിരിക്കും, അൺഓർഗനൈസ്ഡ് സെക്ടറിനകത്ത് ജോബ് സെക്യൂരിറ്റി കുറവാണ്. ആ ഒരു ഡിസ്റ്റിങ്ഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്? എന്താണ്? ക്ലാസിഫൈ ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓൺ ദി ബേസിസ് ഓഫ് പെർമനന്റ് ആൻഡ് അക്വയർഡ് ട്രേഡ്സ്. ഓക്കെ, എന്താണ് ഗോത്ര സമുദായങ്ങൾ എന്നുള്ള രീതിയിലാണ് പെർമനന്റ്, സ്ഥിര സവിശേഷത, ആർജിത, അതിന്റെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അതിനെ തരംതിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം എന്താണ് ആദിമ നിവാസികൾ, ഏറ്റവും പഴക്കമുള്ള ഇതാണ്, ആരാണ് ആദിവാസികൾ അല്ലെങ്കിൽ ട്രൈബൽ എന്ന് എഴുതുക. സ്ഥിര സവിശേഷതയ്ക്കകത്ത് നമുക്കറിയാം പ്രദേശം, ഭാഷ, കായിക സവിശേഷത, ഇതൊക്കെയാണ്. ആർജിതം എന്ന് പറയുമ്പോൾ നമ്മൾ നേടിയെടുക്കുന്ന ഉപജീവന മാർഗങ്ങൾ, ഹൈന്ദവ സമൂഹത്തിലേക്കുള്ള ഉൾച്ചേരൽ, ഇതൊക്കെയാണ് ആർജിതത്തിനകത്ത് വരുന്നത്. നെക്സ്റ്റ്, വസ്തുവൽക്കരണവും ഉപഭോഗവും തമ്മിൽ കമ്മോഡിറ്റൈസേഷൻ ആൻഡ് കൺസംഷൻ ആണ്. ഓക്കെ, കമ്മോഡിറ്റൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് നോൺ കമ്മോഡിറ്റി ഈസ് മെയ്ഡ് ഇൻ ടു എ കമ്മോഡിറ്റി. അതായത് കമ്പോള വ്യവസ്ഥയുടെ ഭാഗമാക്കി തീർക്കുന്നു വസ്തുക്കൾ. അതായത് മുമ്പേ കമ്പോള വ്യവസ്ഥയുടെ ഭാഗമല്ലാത്ത വസ്തുവിനെയൊക്കെ എന്താക്കി മാറ്റുവാണ്, ഒരു കമ്പോള വ്യവസ്ഥയുടെ ഭാഗമാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ കമ്മോഡിറ്റൈസേഷൻ എന്ന് പറയുന്നത്. പിന്നീട് വിൽപ്പന വസ്തുക്കളാകുമ്പോഴാണ് വസ്തുവൽക്കരണം സംഭവിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, പിന്നെ നമുക്ക് എന്താ അറിയാം, കൺസംഷൻ എന്ന് പറയുമ്പോൾ സാധനങ്ങൾ വാങ്ങുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് വഴി വ്യക്തികൾ അവരുടെ സാമൂഹിക സാംസ്കാരിക പദവിയെ വെളിപ്പെടുത്തുന്നതാണ് മെയിനായിട്ട് കൺസംഷൻ എന്ന് പറയുന്നത്. പിന്നെ തൊട്ടുകൂടായ്മയുടെ ഏതെങ്കിലും 2 മാനങ്ങൾ, അതിൽ എക്സ്ക്ലൂഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, ഇതിലേതും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, എക്സ്ക്ലൂഷൻ ഉണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, ഹ്യൂമിലിയേഷൻ ഉണ്ട്. ഇതൊക്കെ എന്താണ്, അതിന്റെ വിവിധ മാനങ്ങളായിട്ട് നമുക്കറിയാം. അപ്പൊ ഓരോന്നിന്റെയും ഉദാഹരണവും കൃത്യമായിട്ട്, അവഹേളനവും വിധേയത്വവും, അതേപോലെ ചൂഷണം, അതേപോലെ ബഹിഷ്കരണം, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഡിഫൈൻ ദ ഫീച്ചേഴ്സ് ഓഫ് സിവിൽ സൊസൈറ്റി. പൗരസമൂഹത്തെ കുറിച്ച് നിർവചിക്കാനുള്ള ചോദ്യം ഷോർട്ടസ്റ്റ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അതായത് കുടുംബജീവിതത്തിന്റെ സ്വകാര്യതയ്ക്കും രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലത്തിനും പുറത്ത് വ്യക്തികൾ പ്രവർത്തിക്കുന്ന വിശാലമായ സാമൂഹിക മേഖലയെയാണ് നമ്മൾ പൊതുവെ എന്ന് പറയുന്നത്, നമ്മൾ പൊതുവെ പൗരസമൂഹം എന്ന് വിളിക്കുന്നത്. ഇവിടെ വ്യക്തികൾ സ്വമേധയാ ഒത്തുചേരുകയും സ്ഥാപനങ്ങളും സംഘടനകളും രൂപീകരിച്ച് പ്രവർത്തിക്കുകയൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, എന്താണ് വിവരാവകാശ നിയമം എന്നുള്ളത്, ഇത് 2005 ജൂൺ 15 പാസ്സാക്കി, ഒക്ടോബർ 13 നിലവിൽ വന്നു. ആർക്ക് വേണമെങ്കിലും ഒരു പൊതു അധികാരിയിൽ നിന്ന് എന്ത് നേടാം, വിവരങ്ങൾ തേടാം. 30 ദിവസത്തിനകം അതിൽ മറുപടി കൊടുക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൊക്കെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് പാർലമെന്റിൽ 15th ജൂൺ 2005 അത് വന്നിട്ടുള്ളത്. പക്ഷെ ഇത് നിലവിൽ വന്നത് 13th ഒക്ടോബർ 2005 ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനകത്ത് വരുന്നത്. ഈ പോർഷൻസ് ഒക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. അപ്പോൾ നമുക്ക് മറ്റ് ലൈവ് സെഷനിലൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ലൈവിലൊക്കെ കാണാം. ബൈ.